ഫ്രാൻസിസ് പാപ്പ സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് ലോകത്തോടുള്ള ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോട് ചിലപ്പോഴൊക്കെ കർക്കശമായ നിലപാട് സ്വീകരിച്ചത്. അതേസമയം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം സകല മനുഷ്യർക്കും നൽകാൻ അദ്ദേഹം ഉത്സുകനായി. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അദ്ദേഹം കരുണ കാണിച്ചു. കുഞ്ഞുങ്ങളെയും ബലഹീനരെയും പ്രത്യേകം കരുതി. ആക്രമണങ്ങളെയും യുദ്ധങ്ങളെയും അദ്ദേഹം എതിർത്തു. കരയുന്ന ഭൂമിയുടെ വിലാപത്തിന് കാതോർത്തു. എല്ലാവിധത്തിലുള്ള വെറുപ്പിനെയും തള്ളിപ്പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ എതിർത്തവർ പോലും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തലങ്ങളിലും നിന്നും അനുശോചനങ്ങൾ ഒഴുകിയെത്തി. അതിന് രാഷ്ട്രീയ മതവർഗ ഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ഹമാസും വരെയും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. ലോകമെങ്ങും സകല മനുഷ്യരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. എന്നാൽ എറണാകുളം അതിരൂപതയിലെ വിമതന്മാർക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആവർത്തിച്ചുള്ള അപേക്ഷ നിഷ്കരണം തള്ളിക്കളഞ്ഞവരാണവർ. ലോക നേതാക്കൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അദ്ദേഹത്തെ ആദരവോടെ ശ്രവിച്ചു. വിമതന്മാർ തുടർച്ചയായി അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അവസാനമായി കണ്ണടച്ചപ്പോഴും എറണാകുളം അതിരൂപത അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ തുള്ളിയായി നിറഞ്ഞു. ഇല്ലിസിറ്റ് കുർബാനയും അപൂർണ സിനഡ് കുർബാനയും ചൊല്ലിയാൽ മാർപ്പാപ്പയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമോ എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. മെത്രാന്മാർ കൂട്ടായി കൈക്കൊണ്ട തീരുമാനം മാർപ്പാപ്പ അംഗീകാരം നൽകിയ ഏകീകൃത വിശുദ്ധ കുർബാന. പക്ഷെ എറണാകുളം രൂപത ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ തങ്ങളുടെ പഴയ രീതി തുടരുന്നു. സിനഡിൽ പങ്കെടുത്ത പ്രത്യേക രൂപതയിലെ 5 മെത്രാന്മാരും അതിന് പിന്തുണയുമായി ഒളിഞ്ഞും തെളിഞ്ഞും വന്നതും വിശ്വാസികൾ കണ്ടു. എല്ലാവരും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നുള്ള സിനഡിന്റെയും അവസാനം മാർപ്പാപ്പയുടെയും പല സന്ദേശങ്ങൾ കത്തുമുഖേന അവസാനം ശബ്ദ സന്ദേശം വഴി ഒക്കെ നൽകി. പക്ഷെ ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റി എന്നായി ആരോപണം. കൂടാതെ വത്തിക്കാൻ പ്രതിനിധിയുടെ കോലം വരെ കത്തിച്ച് തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. അതിനെല്ലാം പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന കൂട്ടരുടെ അനുവാദം ഉണ്ടായിരുന്നു എന്നത് വാക്കുകളിലും പ്രവർത്തികളിലും വഴി അവർ ദിനം പ്രതി തെളിയിക്കുന്നു. മാർപ്പാപ്പ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ദുഃഖം വിമതരുടെ പ്രവർത്തനവും ഇല്ലിസിറ്റ് കുർബാനയും ആണ് എന്നതിൽ ആർക്കും സംശയമില്ല. ഇന്നും ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കുന്ന മെത്രാന്മാരും അച്ഛന്മാരും ആ കുർബാന ചൊല്ലി മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജനങ്ങളെ വിളിച്ചു കൂട്ടുന്നതിൽ എന്തർത്ഥവും ആത്മാർത്ഥതയുമാണുള്ളത്. ആദ്യം രൂപതയിലെ ജനാഭിമുഖവും അപൂർണ സിനഡ് കുർബാനയും നിർത്തി മാതൃക കാണിക്കുക. അങ്ങനെയെങ്കിലും മാർപ്പാപ്പയുടെ ആത്മാവ് സന്തോഷിക്കട്ടെ. അല്ലാതെയുള്ള അതര വ്യായാമം വ്യർത്ഥമാണ്. അത് ഫോട്ടോയ്ക്കും പബ്ലിസിറ്റിക്കും മാത്രമേ ഉപകരിക്കുകയുള്ളൂ.